ഐ ബിലീവ് മൈസെൽഫ്. ഞാൻ ഇന്ന് പറയാൻ വന്നത് എൻ്റെ പുതിയ ജോലി എന്താണ്. വീഴും, ഓടുന്ന വഴിക്ക് നിങ്ങൾ പല തവണ തെന്നി വീഴും. തളരരുത്, പിടിച്ചു കയറുക. കഴിഞ്ഞ ഒരു 7 മാസം സിറ്റുവേഷനിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തേൻ. എനിക്ക് അതെല്ലാം ചവിട്ടി മെതിച്ച് നടന്ന് കയറി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സമാധാനത്തോടെ ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത്. അത്രയും നാൾ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പട്ടികളും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയത്തു. ഇത്രയും പേര് വീഡിയോ ഇട്ടു. ആരെങ്കിലും ഒരാൾ രംഗത്ത് വന്ന് പറഞ്ഞോ എൻ്റെ പൈസയാണ് പോയത്, എൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ടത്. സെൽഫ് ലവ്, സെൽഫ് ട്രസ്റ്റ്, നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുക. നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മറികടക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയാണോ നിങ്ങൾ ഉറക്കം കളഞ്ഞത് അതേപോലെ ഒരു രാത്രി നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ കരയത്തില്ല ഗൈസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ. എന്നെ മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. പിന്നെ എനിക്കറിയാം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ദൈവം എന്നെ കൈവിടത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകരുത്. ഓരോ ആൾക്കാരും ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങളായി. നാട്ടുകാരുടെ പൈസ പറ്റിച്ച് ആ പൈസ കൊണ്ട് ഇവിടെ അടിച്ച് പൊളിച്ച് കാറും വീടും അച്ഛനും അമ്മയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സന്തോഷമായി ജീവിക്കുന്ന നീരജ അമ്മൂസിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ എന്നെ യൂസ് ചെയ്തുകൊണ്ട് നിന്ന പല ആൾക്കാരുടെയും യഥാർത്ഥ മുഖം നമുക്കറിയാൻ പറ്റി. അത് നീരജ വന്നാൽ ഇവിടെ പ്രോഗ്രാം കൊളാക്കുമെന്നാണ് കുറച്ച് പേര് പറയുന്നത്. കുറച്ച് പേർക്ക് പ്രശ്നമില്ല. കുറച്ച് പേര് പറയുന്നത് നീരജ വന്നാൽ വരത്തില്ല, നീരജ പറ്റത്തില്ല. കാരണം കെയർ ഹോമിലുള്ളവരൊക്കെ നീരജയുടെ വീഡിയോ മാനേജ്മെൻറ്റിന് കാണിച്ചു കൊടുത്തു. സ്കാമറാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ജോലിക്കെടുക്കാൻ പറ്റത്തില്ല. വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ അലവലാതി പട്ടികളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുവാണെങ്കിലും ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു 20-25 മെയിൽസ് എൻ്റെ കെയർ ഹോമിലേക്കും CQCയിലേക്കും HMRCയിലേക്കും ഇമിഗ്രേഷനിലേക്കും എല്ലായിടത്തും പോയതിൽ പറഞ്ഞേക്കുന്നത് 1-2 കുറ്റമൊന്നും അല്ല. മുന്നിലെ ഭയങ്കര തുറന്നടിച്ച പുസ്തകമായിരുന്നു നീരജ അമ്മൂസ്. ഒരു പ്രശ്നം വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിവീൽ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പം എൻ്റെ എല്ലാവരുടെയും നാക്ക് ഇറങ്ങിപ്പോയോ? അവർ ഓരോരുത്തർ വന്ന് പറഞ്ഞപ്പോഴും വിശ്വസിച്ചില്ല. ഫൈനലി തെളിവ് സഹിതം കിട്ടിയപ്പോഴാണ് ആ മൂർഖം പാമ്പിനെ ചവിട്ടി അരയ്ക്കാൻ തോന്നിയത്. പക്ഷെ ഹലോ, ഹായ്, ഹൗ ആർ യു? ഇറ്റ്സ് മീ, യുവർ നീരജ അമ്മൂസ്, ഇന്ത്യൻ സീക്രട്ട് ഫുഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഈ ഒരു സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത്. കുറച്ച് വിറ്റമിൻ ഡി കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നതാണ്. പക്ഷേ വെയിൽ കുറച്ച് കൂടിപ്പോയി. നമുക്ക് ഇൻട്രോ പറഞ്ഞിട്ട് സ്ഥലം മാറ്റാം. സോ അപ്പോൾ ഗൈസ്, എന്താണെന്ന് വെച്ചാൽ എന്താണ് നീരജ അമ്മൂസിൻ്റെ ഇപ്പോഴത്തെ ജോലി? അതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ജോലി എന്താണെന്ന് പറയാനും, അതിന് മുന്നേ എങ്ങനെയാണ് എൻ്റെ ജോലി പോയതെന്ന് പറയാനും, അതിന് മുന്നേ ഒരു 6-7 മാസങ്ങൾക്ക് മുന്നിലെ ഒരുപാട് പേരുടെ പൈസ തട്ടിപ്പിച്ച ഒരു വിസ സ്കാമിലെ മെയിൻ പ്രതിയായിരുന്നു നീരജ അമ്മൂസ്. അതിനെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് പലവർക്കും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. സോ ഗൈസ്, എന്താ ഇപ്പോൾ പറയുക? സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാമല്ലോ, പുതിയ ജോലി കിട്ടുന്ന സമയത്ത് എന്താണ് ജോലിയെന്നോ എവിടെയാണ് ജോലിയെന്നോ ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടാൻ പാടില്ല, ആരുമായിട്ടും റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ. പിന്നെ നോക്കിയപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള, അങ്ങനെ അധികം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി എന്താണെന്ന് റിവീൽ ചെയ്യാം. അപ്പോൾ സ്ഥലവും കാര്യങ്ങളും റിവീൽ ചെയ്യാണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്.
മാത്രമല്ല ഞാൻ മുന്നിലെ ഭയങ്കര തുറന്നടിച്ച പുസ്തകമായിരുന്നു നീരജ അമ്മൂസ്. ജോലി എന്താണ്, ജോലിയിൽ നിന്ന് എത്ര രൂപ സാലറി കിട്ടും, മാസം എല്ലാത്തിൽ നിന്നും എത്ര രൂപ വരുമാനം കിട്ടും, ഈ വരുമാനം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എത്ര രൂപ ബാലൻസ് വരും, എത്ര രൂപ സേവിങ്സ് വരും, എത്ര രൂപ അക്കൗണ്ടിൽ ഉണ്ടാവും, ജോലി ചെയ്യുന്ന സ്ഥലം, അഡ്രസ്സ് എല്ലാ സഹിതവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സും വീഡിയോസും യൂട്യൂബ് വീഡിയോസും ഒക്കെ ഇടുമായിരുന്നു. പിന്നീട് ഒരു പ്രശ്നം വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിവീൽ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പാഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് വളരെ പേഴ്സണലായിട്ടുള്ള ജോലി, വീട്, റിലേഷൻഷിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് വെച്ചേക്കുന്നതാണ് ബെറ്റർ. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അതിന് ഒരുപാട് നന്ദി. അവരെല്ലാവരും ഇപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനും ഒരുപാട് നന്ദി. അപ്പം അങ്ങനെ അല്ലാതെ ഇവളെ തകർക്കണം, ഇവളെ തകർത്തടിച്ച് കൊന്ന് അവളെ കുഴിയിലാക്കിയിട്ട് ഞാൻ അടങ്ങോളൂ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ അലവലാതി പട്ടികളുണ്ട്. അപ്പം ഒരു പണിയുമില്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവർക്കെങ്ങനെ പണി കൊടുക്കാം, അവർക്കെങ്ങനെ പണി കൊടുത്ത് റീച്ച് ആവാം, അല്ല അവരെക്കുറിച്ച് വീഡിയോ ഇട്ട് എങ്ങനെ റീച്ച് ആവാമെന്ന് വിചാരിച്ചിരിക്കുന്ന വേറെ കുറേ അലവലാതികളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ലോകത്തുള്ളിടത്തോളം കാലം നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വെച്ചേക്കുന്നതാണ് ബെറ്റർ. അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് എൻ്റെ പുതിയ ജോലി എന്താണ്. ഇതാണ് ഒരുപാട് പേർക്ക് അറിയേണ്ട കാര്യം. ഞാൻ ഇടയ്ക്കൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതിൽ വന്ന് 100ൽ 95 ക്വസ്റ്റ്യനും എന്തുകൊണ്ട് മൂവായി, എന്തുകൊണ്ട് എന്താണ് പുതിയ ജോലി, വർക്ക് ഫ്രം ഹോം ആണെന്ന് കേട്ടല്ലോ, എന്താണ് ജോലി. കുറേ പേരൊക്കെ പറഞ്ഞു ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് നിൽക്കുന്നത്. ആരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് നിൽക്കുന്നത് എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആൻഡ് എങ്ങനെയാണ് എൻ്റെ പഴയ ജോലി പോയതെന്നുള്ളൊരു വീഡിയോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 6-7 മാസങ്ങൾക്ക് മുന്നിലേ ഉണ്ടായ ഒരു വലിയ വിസ സ്കാമിലെ 1ാം പ്രതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങാം. പ്രശ്നങ്ങൾ ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞ് നിങ്ങളടുത്ത് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് വിപുലീകരിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം 4 വർഷം ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുന്നിലെ UK എക്സ്പ്രസ് എന്ന് പറയുന്നൊരു ഏജൻസിയുമായിട്ട് ഞാൻ അവരുടെ നടുവിൽ നിന്നിട്ട് അവർ കെയർ ഹോം വിസ കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നടുവിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഞാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്മാറി. അതായത് ഒഴിഞ്ഞു മാറി എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പറഞ്ഞ് തീർപ്പാക്കി. ഞാൻ ഇനി ഇതിലില്ല, ഇതിലെന്നെ വലിച്ചഴിക്കരുതെന്ന് പറഞ്ഞു പിന്മാറി. അതിനുശേഷം ഞാൻ ത്രൂ പോയ പൈസ ആ ആളിൻ്റെ കയ്യിൽ നിന്ന്, അമലെന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് റീഫണ്ട് മേടിച്ച് കൊടുത്തതിന് ശേഷം തന്നെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ ഞാൻ ആ ഒരു വിസ കൊടുക്കുന്ന പരിപാടീൻ്റെ നടുക്ക് നിന്ന സമയത്ത് ഞാൻ അയച്ച കുറേ വോയിസ് മെസ്സേജും കുറേ മെസ്സേജുകളൊക്കെയാണ് ഈ ലോകം ഫുള്ളും കറങ്ങി പരന്ന് നീരജ കുറ്റവാളിയാണെന്ന് പറഞ്ഞത്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുവാണ്, നീരജ അമ്മൂസിന് 1 രൂപ പോലും കിട്ടിയിട്ടുമില്ല. നാട്ടുകാരെ പറ്റിച്ചോ വീട്ടുകാരെ പറ്റിച്ചോ 1 രൂപ പോലും നീരജ അമ്മൂസ് വാങ്ങിയിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടിലോ ആരുടെയെങ്കിലും അക്കൗണ്ടിലോ കൊടുത്തതായിട്ടോ അയച്ചതായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സ്റ്റിൽ അന്ന് പറഞ്ഞു തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. ഞാൻ ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്യാനും നിങ്ങൾ പറയുന്ന എന്താണോ അത് ചെയ്യാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. ഞാൻ 1 രൂപയെങ്കിലും മേടിച്ചിട്ടുണ്ട്, ആ പൈസ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതും പോട്ടെ, ഒരു സ്റ്റുഡൻറ്റിനെയോ ഒരു വർക്ക് വിസയിലോ ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ നീരജ കമ്മീഷൻ മേടിച്ചോ അല്ലാതെയോ നീരജ ത്രൂ ഒരാൾ UK ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ടോ നീരജ ത്രൂ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ആൾ വഴി ഞാൻ കമ്മീഷൻ മേടിച്ച് എനിക്ക് 1 രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുവാണെങ്കിലും ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പം ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ ലൈഫിലോട്ട് വന്ന ഒരു പ്രശ്നമാണ്. അപ്പം കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചേർന്ന് കുറ്റവാളിയാണെന്ന് നിരൂപിച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും എന്നെയും വലിയ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ അത് ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അധികം സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത, എയിമൊന്നും ഇല്ലാത്ത, ഇനി അച്ചീവ് ചെയ്യണമെന്നും ഇല്ലാത്ത ഒരു സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ലൈഫ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഹാപ്പിയാണ്,
ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് അത് ഇത് എന്നൊക്കെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. സോ ഞാൻ നോർമലി നല്ല സന്തോഷത്തോടെ, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണ്. സോ അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പ്രശ്നം വന്നതിനുപരി യു കെയിലും നാട്ടിലുമുള്ള നാട്ടുകാർക്കും ഈ യു കെയിലുള്ള കുറേ അലവലാതി ഇൻഫ്ലുവൻസേഴ്സിനും നീരജ് അമ്മൂസിനെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് പറഞ്ഞ് വിട്ടേ പറ്റത്തുള്ളൂ. കാരണം അവൾ കള്ളിയാണ്, അവൾ നാട്ടുകാരെ പറ്റിച്ച പൈസ കൊണ്ട് ജീവിക്കുന്നവളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോ ആ ഒരു സമയത്ത് ഒരുപാട് പേര് എൻ്റെ കെയർ ഹോം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു കെയർ ഹോമിലാണ്, എൻ്റെ കെയർ ഹോമിലോട്ട് എംബസിക്ക്, പിന്നെ CQCക്ക്, പിന്നെ UK ഇമിഗ്രേഷന്, HMRCക്ക്, ഇവർക്ക് എല്ലാവർക്കും ഒരു സെയിം മെയിൽ തന്നെ, ഒരാൾ അയച്ച മെയിൽ തന്നെ എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു 20-25 മെയിൽസ് എൻ്റെ കെയർ ഹോമിലേക്കും CQCയിലേക്കും HMRCയിലേക്കും ഇമിഗ്രേഷനിലേക്കും എല്ലായിടത്തും പോയതിൽ പറഞ്ഞേക്കുന്നത് 1-2 കുറ്റമൊന്നും അല്ല. ഒന്നാമത്തെ കുറ്റം, നീരജ ഈ ആൾക്കാരെയൊക്കെ പറ്റിച്ച് സ്കാമറാണ്, ഞാനൊരു സ്കാമറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഒരു വർക്ക് വിസയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു സോഷ്യൽ മീഡിയ ഇൻകം വരുവാണെങ്കിൽ അത് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അത് നീരജ് ചെയ്തിട്ടില്ല. മൂന്നാമത്തത്, ഞാൻ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നു, എനിക്ക് ഇല്ലീഗലായിട്ട് ബ്ലാക്ക് മണിയൊക്കെ ഞാനിവിടെ കടത്തുന്നു. നാലാമത്തത്, കെയർ ഹോം വിസയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സോ നീരജ അങ്ങനെ വിൽക്കുന്ന സമയത്ത് വിസ റൂള് ബ്രീച്ച് ചെയ്ത് നീരജ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു. അങ്ങനെ 4-5 കുറ്റമാണ് എനിക്കെതിരെ വന്നത്. എനിക്കെതിരെ വന്ന സമയത്ത് ആ ഒരു വിസ പ്രശ്നം നടക്കുന്നതിൻ്റെ ആ ഒരു സമയത്താണ് ഇത്രയും പേർക്ക് മെയിൽ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോമിൽ മാനേജർ എന്നെ വിളിച്ചു, എൻ്റെ അടുത്ത് എന്നെ ഇൻ്റർവ്യൂ മാതിരി ചെയ്തു. എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എനിക്ക് തെളിയിക്കാനുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റുമെന്നും ഞാൻ പറഞ്ഞു. സോ എന്നെ സസ്പെൻഡ് ചെയ്ത സമയത്ത് എൻ്റെ കേസല്ല, എൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ ബാക്കിൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ആരെയും ₹1 പോലും മേടിച്ചിട്ടില്ല എന്നും ₹1 പോലും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്നും ഞാൻ ത്രൂ അയാളുടെ അക്കൗണ്ടിലേക്ക് പോയ പൈസ ഞാൻ തന്നെ തിരിച്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്നും എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. രണ്ടാമത് എനിക്കെതിരെ വന്ന പ്രശ്നം, വിസയിൽ നിൽക്കുന്ന സമയത്ത് വേറെ അനദർ ഇൻകം ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ മണ്ടന്മാർക്കാർക്കും അറിയില്ല ഞാൻ അത് ഓൾറെഡി സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറേ പേർക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഇനിയിപ്പോൾ സ്വന്തം കാര്യം നോക്കി മാത്രം നടന്നാൽ മതിയല്ലോ. അപ്പം ഈ യു കെയിൽ ഇപ്പോഴത്തെ വിസ റൂൾ അനുസരിച്ച്, ഇപ്പോഴത്തെ എന്നല്ല കുറച്ച് മുന്നിൽ തന്നെ ഈ റൂൾ മാറിയായിരുന്നു, നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും, 20 hours ബിസിനസ് ചെയ്യാൻ പറ്റും, 20 hours വേറെ എന്തെങ്കിലും ജോബ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ വിസേൻ്റെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ ബിസിനസ്സാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഞാൻ എൻ്റെ ഇൻകം ഓൾറെഡി ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം നടക്കുന്നതിന് മുന്നിൽ. സോ അതിൽ നിന്നും ഞാൻ ഒഴിവായി. മൂന്നാമത്തെ പ്രശ്നം, ഞാനെന്തോ ബ്ലാക്ക് മണിയൊക്കെ ചെയ്യുന്നു, ഞാനിവിടെ സ്കാമറാണ്, ഞാനിവിടെ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, അതും അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷെ നാലാമത്തെ പ്രശ്നം, ഈ വർക്ക് വിസയിൽ നിൽക്കുന്ന സമയത്ത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ എന്തായാലും പെട്ടു. അപ്പം ഇത്രയും മെയിൽ വന്ന സ്ഥലത്ത്, കാരണം എൻ്റെ വർക്ക് ഹിസ്റ്ററിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് കെയർ ഹോം. അപ്പോൾ ആ കെയർ ഹോമിൽ ഞാൻ നല്ലൊരു വർക്കറാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുവരയ്ക്കും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ കംപ്ലൈൻറ്റോ എനിക്കെതിരെ ആരും തന്നെ കൊടുത്തിട്ടില്ല, പോയിട്ടില്ല. അപ്പോൾ ഞാൻ നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് അവർക്ക് അത് നോക്കാൻ പറ്റാണ്ട് ഇത്രയും വന്ന മെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ഇനി ജോലിയിൽ തുടർന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ചിലപ്പോൾ വരും എന്ന് റിലേറ്റ് ചെയ്ത് മാത്രം നാലാമത്തെ റീസൺ, യു കെയിൽ വർക്ക് വിസയിൽ നിൽക്കുന്ന സമയത്ത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കെയർ ഹോമിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഓക്കെ, ഡിസ്മിസ് ചെയ്ത സമയത്ത് എനിക്കത് തെളിയിക്കാൻ പറ്റുമായിരുന്നു. ബിക്കോസ് നമ്മളൊരു കെയർ ഹോം വിസയിൽ നിൽക്കുന്ന സമയത്ത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തിയിൽ സ്പോർട്സിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇൻകം മേടിച്ചാൽ മാത്രമേ അവർക്ക് നമ്മളെ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ.
അല്ലാണ്ട് ഞാൻ വേൾഡ് കപ്പ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, കുറേ സ്പോർട്സ് BKL അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ സ്പോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പൈസ ചിലവാക്കി, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അക്കോമഡേഷൻ എന്നിട്ട് അങ്ങോട്ട് പൈസ ചിലവാക്കി പോയി കളിച്ചിട്ട് തിരിച്ച് വരുന്നതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ 1 രൂപ പോലും നമുക്ക് തന്നിട്ടില്ല. ലാസ്റ്റ് പോയ ഗെയിമിന് തന്നെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പോസ്റ്റർ, ഒരു ഫ്ലെക്സ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഫോട്ടോ എടുത്തു എന്നല്ലാണ്ട് അതിൽ നിന്ന് 1 രൂപ പോലും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന ഒരു സമയം വന്നപ്പോഴത്തേക്കും അപ്പീലിന് പോകണമെന്ന് പറഞ്ഞു. അപ്പീലിൽ പോവുകയാണെങ്കിൽ 1 വർഷത്തിലധികം അപ്പീലിന് എടുക്കേണ്ടി വരും, അതിന് കുറേ ഫണ്ട് ഇറക്കേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. സോ ഞാനതങ്ങ് വിട്ടു. അതിനുശേഷം എന്താ, അടുത്ത പണി നോക്കണമല്ലോ. അപ്പോൾ ജോലി എന്തായാലും പോയി, ഇനി എവിടെ എന്തായാലും ജോലി കയറാൻ പറ്റത്തില്ല. സോ അടുത്ത ജോലി നോക്കാൻ തുടങ്ങി. ജോലി നോക്കാൻ തുടങ്ങിയ സമയത്ത് ഗൈസ്, ഇപ്പോഴും ഞാൻ പറയുവാണ്, ഞാൻ ആ ഒരു സമയം, ഇപ്പോൾ ഈ ഒരു സൈബർ ബുള്ളിങ് കാരണം ആ ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു. എൻ്റെ കഴിഞ്ഞ ഒരു 7 മാസം സിറ്റുവേഷനിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തേനെ. കാരണം ഇത്രയും വലിയ പ്രതിസന്ധിയൊന്നും നേരിടാനുള്ള ശക്തി, എൻ്റെ അത്രയും വലിയൊരു മനക്കെട്ടി എനിക്കില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം ഞാൻ മെൻ്റലി ഡൗൺ ആയി, ഡിപ്രസ്ഡ് ആയി, അതായി ഇതായി. എൻ്റെ അച്ഛനമ്മയ്ക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ചെയ്യും. അവർ എൻ്റെ ഇടവും വലവും നിൽക്കുമായിരുന്നു. എന്നെ പുറത്ത് പോകാൻ സമ്മതിക്കുന്നില്ല, എന്നെ അവിടെ പോകാൻ സമ്മതിക്കുന്നില്ല, ഇവിടെ പോകാൻ സമ്മതിക്കുന്നില്ല, ഒരിടത്തും പോകാൻ സമ്മതിക്കാണ്ട് ഞാൻ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ വരെ എൻ്റെ അമ്മ ടോയ്ലറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം കാരണം ഞാൻ ആ സമയങ്ങളിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ എണ്ണി തുടങ്ങുന്നതിനേക്കാളും കൂടുതലായിരുന്നു. ബിക്കോസ് രാവിലെ കണ്ണ് തുറന്ന് ഉറക്കം എണിക്കുമ്പോൾ തന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല. ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ കാറ് കൊണ്ട് ഇടിച്ച്, എൻ്റെ കാറിന് കുറച്ച് പ്രശ്നങ്ങളായി, കാറ് നന്നാക്കാൻ കൊടുത്തു, എൻ്റെ ജോലി പോയി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഒരുപാട് ബാധിച്ചു. കാരണം ഗൈസ്, 1 രൂപയെങ്കിലും കിട്ടിയിട്ടാണ്, ഒരാളെങ്കിലും പറ്റിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നെങ്കിൽ ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കുറ്റം നമ്മുടെ തലയിൽ ഏറ്റെടുത്ത് വയ്ക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ 1 രൂപ പോലും കിട്ടാണ്ട് തെറ്റാണെന്ന് അറിഞ്ഞ സമയത്ത് അതിൽ നിന്ന് പിന്മാറിയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതല്ല അവർക്ക് ആവശ്യം. തെറ്റുകാരിയാണെന്ന് അവർ പ്രൂവ് ചെയ്ത് അവർ തലയിൽ കൊണ്ടങ്ങ് വെക്കുവാണ്. അതത് ചെയ്തു, അവളത് ചെയ്തു, അവൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ സമ്പാദിച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്നാണ് ഞാൻ എൻ്റെ അച്ഛനമ്മയെ കൊണ്ടുവന്നതും നോക്കിയതും അവരെ നല്ല രീതിയിൽ നിർത്തുന്നതും, ഞാൻ എൻ്റെ കാറ് വാങ്ങുന്നതും, ഞാൻ റെൻറ്റ് കൊടുക്കുന്നതും. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ വിസ തട്ടിപ്പിച്ച പൈസ കൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നത്, കാറ് വാങ്ങിച്ചത്, വീട് വാങ്ങാൻ പോകുന്നത്, എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നീട് മോട്ടിവേഷനായിട്ട് കുറേ പേര് വന്നു, കുറേ പേര് കുറ്റക്കാരിയാക്കിയിട്ട് കുറേ പേര് വന്നു, കുറേ പേർക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കാം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഇച്ചിരി സന്തോഷിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് ചോദിക്കാൻ കുറേ പേര് വന്നു. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ മെൻ്റൽ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു പോലും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അന്നേരം എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. അപ്പം ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രശ്നമല്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു സമയത്ത് എൻ്റെ ജോലി പോയി, എൻ്റെ ഫാമിലിനെ നല്ല രീതിയിൽ ബാധിച്ചു. പിന്നെ ഞാനെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് അത്രയും അവർ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ പ്രൗഡായിട്ടിരിക്കണം, അവരെ പ്രൗഡാക്കണം എന്നുള്ളൊരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അത് ഞാൻ ചെയ്യുകയും ചെയ്തു. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് തായ്ലൻഡിൽ കൊണ്ടുപോയി, അമ്മേനെ അച്ഛനെ UK കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു പ്രൗഡ് ഡോട്ടറായി ഞാൻ. പക്ഷേ കൊണ്ടുവന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നു. എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതിലും ഉപരിയായിരുന്നു ആ പ്രശ്നം. ഒരുപാട് പേരെ വിളിച്ച് സംസാരിച്ചു, ഒരുപാട് പേരെ കാലി പിടിച്ച് കെഞ്ചി പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട്. ആ ഒരു സമയം മുതൽ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഞാൻ UK വിട്ട് നാട്ടിൽ പോകാൻ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ റെഡിയാണ്. എന്നാലും ഈ ഒരു പ്രശ്നത്തിനിടയിൽ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഡീപ്പോർട്ട് ചെയ്ത് പറഞ്ഞു വിട്ടയാണെന്ന് പല ആൾക്കാരും പറയും. എന്താണ് പ്രശ്നം എന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ തോറ്റുപോയി എന്ന് എനിക്ക് തന്നെ തോന്നും. അതുകൊണ്ട് എനിക്കൊരു വാശിയായിരുന്നു, എങ്ങനെയാണെങ്കിലും എനിക്ക് ഇവിടെ തന്നെ ജോലി വേണം, എനിക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു വാശിയായിരുന്നു. ആ ഒരു സമയത്ത് ഈ ജോലി പോയി എന്നുള്ളതിനേക്കാളും ഉപരി ഈ കൂടെ നിന്ന ഒരുപാട് പേര് ആ ഒരു സമയത്ത് നമ്മുടെ പുറകിൽ നിന്ന് കുത്തി. ഇത് പോരാഞ്ഞിട്ട് ഈ ഒരു വിസേൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഈ വിസ സ്കാമർ എന്ന് മാത്രമല്ലായിരുന്നു, ഓരോരുത്തർ യൂട്യൂബിൽ ഓരോ ടൈപ്പ് വീഡിയോസാണ് ഇടുന്നത്. നീരജ് ഇവിടെ വേറെന്തോ പണിയാണ് ചെയ്യുന്നത്, നൈറ്റ് ഷിഫ്റ്റിന് പോകണമെന്ന് പറഞ്ഞ് വേറെ ആരുടെ കൂടെയാണ് പോണത്. ആ അലവലാദികൾക്കൊക്കെ എന്തറിയാം ഞാനിവിടെ എന്താണ് ചെയ്യുന്നതെന്ന്? ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ.
അവർ പറഞ്ഞ പോലെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ്, ഞാൻ ഇതുവരെ നൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ടേ ഇല്ല. ആ ഒരു സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡേ ഷിഫ്റ്റാണ്. അപ്പോൾ ഞാൻ നൈറ്റ് എവിടെയാണ് പോകേണ്ടത്? പിന്നെ ഞാൻ ആരെടുത്താണ് പറഞ്ഞിട്ട് പോകേണ്ടത് നൈറ്റ് ഞാൻ പോയിട്ട് വരാമെന്ന്? എനിക്ക് അന്നേരം പറയാൻ അവിടെ ആരുമില്ല. എൻ്റെ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, അതാണ് തന്നിട്ട് ഒരുപാട് കുറ്റങ്ങൾ വന്ന് ചുമന്ന ഒരു തലയായിരുന്നു എൻ്റെത്. സോ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, UK വിന്ന് ഇതുവരെ മെയിൽ വന്നില്ല. അപ്പം മെയിൽ വന്നു, ഇന്ന ഒരു ഡേറ്റിനുള്ളിൽ പുതിയ സ്പോൺസർഷിപ്പിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെഡി ആവാമെന്ന്. അതിനുശേഷം പിന്നെ ഭയങ്കര ടെൻഷനായി. ഈ ഒരു സമയങ്ങളിൽ ഒരുപാട് ആൾക്കാരെ സഹായത്തിന് വേണ്ടി വിളിച്ചു. ഒരുപാട് ആൾക്കാരെ സഹായത്തിന് വേണ്ടി വിളിച്ചു. സ്പോൺസർഷിപ്പ് കിട്ടുമോ അറിയാൻ വിളിച്ചു, ജോലി ഉണ്ടോ എന്നറിയാൻ വിളിച്ചു. ഒരുപാട് പേരെ വിളിച്ചതിൽ അവരുടെ കയ്യിൽ ജോലിയുണ്ട്, പക്ഷേ 10, 18, 20 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. കൊടുത്താൽ അവർ തരാൻ ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ കൊന്നാൽ പോലും 1 രൂപ പോലും പൈസ കൊടുത്ത് ഞാൻ ജോലി കയറത്തില്ല. എനിക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ 3-4 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ ഒരു ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ എം വില്ലിങ്. അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുക, അത് തന്നെയാണ് റെഡി. ഈ 20-25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നാട്ടിൽ പോയി നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഗ്രോ അപ്പ് ആവാം. സോ അതുകൊണ്ട് പൈസ കൊടുത്ത് എന്തായാലും കയറത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഈ സമയങ്ങളിൽ എൻ്റെ കൂടെ എന്നെ യൂസ് ചെയ്തുകൊണ്ട് നിന്ന പല ആൾക്കാരുടെയും യഥാർത്ഥ മുഖം നമുക്കറിയാൻ പറ്റി. എന്നെ വന്ന് നീ കുഴപ്പമില്ല, നീ സമാധാനപ്പെടുന്നു പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അപ്പുറത്ത് ചെന്ന് വേറൊരാളെ ഫോൺ വിളിച്ചിട്ട് അവൾ അവൾ പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പറയുന്ന പല അലവലാദികളാണെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്കുണ്ടായ ഒരേ ഒരു ഉപകാരം എന്ന് പറയുന്നത് കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. ചിലവരുടെ നല്ല മുഖവും ചീത്ത മുഖവും, ആരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നും ഇല്ലതെന്നും മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി, എൻ്റെ അച്ഛനും അമ്മയും അല്ലാണ്ട് ഒരു നാറികളും നമ്മളെ വിശ്വസിക്കത്തില്ല. പിന്നെ എൻ്റെ കുറച്ച് സർട്ടൻ പീരീഡിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും അറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കൂടാതെ എൻ്റെ കുറേ അധികം ഫോളോവേഴ്സ് ആ ഒരു സമയങ്ങളിൽ എന്നെ തളർന്ന് പോകാണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിച്ച കുറേ പേരുണ്ട്. കുറേ പേരുടെ നല്ല വാക്കുകൾ, കുറേ പേരുടെ മോട്ടിവേഷൻ, എന്നെ അവരെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞ ആ ഒരു സമയമാണ് എനിക്ക് വീണ്ടും ജീവിക്കണം, അല്ലെങ്കിൽ തളർന്നിരുന്നിട്ട് കാര്യമില്ല, മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നത്. എന്നാൽ പോലും ഞാൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണും ഇങ്ങനൊരു സൈബർ ബുള്ളിങ് കാരണം ഇത്രയും ഡിപ്രസ്ഡായി പോകരുതെന്ന് വിചാരിച്ച ഒരു സമയമായിരുന്നു. ഓണത്തിൻ്റെ സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആസ് എ ഇൻഫ്ലുവൻസർ, ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ, UK ഓണം കുറച്ച് സ്ഥലങ്ങളിൽ ഓണം നടക്കും. ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിന് മുന്നിലേ ഒരുപാട് പേര് വിളിച്ച് ഡേറ്റൊക്കെ എടുത്ത് ബുക്ക് ചെയ്ത് ഓണ പ്രോഗ്രാമിന് വരണം, നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്, നിങ്ങളാണ് നോർമൽ ഗസ്റ്റ്, അതാണ് ഗസ്റ്റ്, ഇതാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്ത് 4-5 സ്ഥലത്ത് എനിക്ക് ഓണ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നോർമലി ഈ പ്രശ്നം വരുന്ന സമയത്ത് എനിക്കവിടെ പോകാനും താല്പര്യമില്ല. ബിക്കോസ് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും അറിയാമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും നോക്കിക്കൊണ്ടിരുന്ന ഓരോ കണ്ണുകളും അവിടെ ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്നത് വളരെ വിയേർഡായിട്ടായിരിക്കും. അപ്പം അതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നതിന് മുന്നിലേ ഓരോ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായിട്ട് എന്നെ വിളിച്ചിട്ട് പറയുവാണ്, നീരജ വരണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു വൈ? അത് നീരജ വന്നാൽ ഇവിടെ പ്രോഗ്രാം കൊളാക്കുമെന്നാണ് കുറച്ച് പേര് പറയുന്നത്. കുറച്ച് പേർക്ക് പ്രശ്നമില്ല, കുറച്ച് പേര് പറയുന്നത് നീരജ വന്നാൽ വരത്തില്ല, വേറെ കുറേ പേര് പറഞ്ഞത് നീരജ വന്നാൽ പ്രോഗ്രാം ഇവിടെ അടിച്ച് പൊളിക്കും എന്നൊക്കെയാണ്, എന്ന് വെച്ചാൽ തല്ലി തകർക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വരുന്നില്ല ചേട്ടാ, കുഴപ്പമില്ല, നിങ്ങളത് കണ്ടിന്യൂ ചെയ്തോ. ഇങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞത് 1, 2, 3, 4, 5 എന്നെ ബുക്ക് ചെയ്ത 5 സ്ഥലങ്ങളിൽ നിന്നും അവർ വിളിച്ച് എന്നെ അറിയിച്ചത് ഇതാണ്. സോ ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് നോർമലി പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, എനിക്ക് അതിനുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ല. ഞാൻ പോയാൽ എനിക്ക് അവരെ ഫേസ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇവരായിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞു, ഇവിടം കൊണ്ടെല്ലാം കഴിഞ്ഞു, എനിക്കിനി ജീവിതത്തിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ ഒരു ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ളൊരു ചോയ്സ് എനിക്കിനി ഇല്ല. ബിക്കോസ് എല്ലാവരുടെ കണ്ണിൽ ഞാനൊരു കള്ളിയാണ്, ഞാനൊരു ഉടായിപ്പാണ്, ഞാൻ എല്ലാവരെയും പറ്റിച്ച് ജീവിച്ചവളാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്നും 1 രൂപ പോലും കിട്ടിയിട്ടില്ല എന്നും എനിക്കറിയാം. പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയ, ഇത്രയും കംപ്ലയിൻസ് കൊടുത്ത, എനിക്കെതിരെ വൃത്തികെട്ട കണ്ടൻറ്റുകളിൽ വീഡിയോ ഇട്ട, എന്നെ പോലീസ് പിടിക്കുമെന്നും എന്നെ അറസ്റ്റ് ചെയ്യുന്നും എന്നെ ഡീപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞ അലവലാതി പട്ടികളറിയാൻ വേണ്ടിയിട്ട്
ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് 7-8 മാസം ആവാൻ പോവാണ് ഇന്നേക്ക്. ഈ 8 മാസത്തിനിടയിൽ നീരജ മൂസിനെതിരെ UK-യിലോ നാട്ടിലോ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരോ, പൈസ പോയി എന്ന് പറയുന്നവരോ, പൈസ തിരിച്ച് വേണം എന്ന് പറയുന്നവരോ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? എനിക്കറിയണം എന്തുകൊണ്ട്. ഇവിടെയോ UK-യിലോ നാട്ടിലോ നീരജ മൂസിനെതിരെ ഒരു FIR-ഓ ഒരു കംപ്ലൈൻറ്റോ പോയിട്ടില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ എന്തിനാണ് ഒരാളുടെ ജീവിതം ഒരു പ്രശ്നം എന്താണെന്ന് അറിയാൻ പോലും ശ്രമിക്കാണ്ട് വീഡിയോ ഇട്ടിട്ട് അവളത് ചെയ്തു, ഇവളിത് ചെയ്തു, അവളങ്ങനെ ചെയ്യും, അവൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടോ, അവൾ കള്ളിയാണ്. മറ്റുള്ളവരെ വിറ്റ് കാശാക്കാൻ നാണമില്ലേ? നിനക്കൊന്നും നാണമില്ലേ? കുറേ പേര് എൻ്റെ കണ്ടൻസ് ഇട്ട് കുറേ പേര് കയറി അങ്ങ് റീച്ചായി. 1000-2000 ഫോളോവേഴ്സ് ഉള്ളതൊക്കെ 300-400K ഫോളോവേഴ്സായി. കുറേ പേര് യൂട്യൂബിൽ 1 മില്യൺ വ്യൂവേഴ്സ് അടുപ്പിച്ച് എൻ്റെ വീഡിയോ കണ്ടൻസിന് ഇതായി. എന്തിനാണ് നിങ്ങൾക്ക്? ശരി, ഓക്കെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും ഞാൻ മാപ്പ് പറയാനും അല്ലെങ്കിൽ പോലീസിൽ അറസ്റ്റ് ചെയ്യാനോ ഡീപ്പോർട്ട് ചെയ്യാനോ എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ആ ഒരു ഇടനിലക്കാരിയായി ഫസ്റ്റ് അതിൻ്റെ ഇടയിൽ ഞാൻ നിന്നത് തെറ്റ് തന്നെയാണ്. അത് അറിവില്ലാത്തൊരു സമയത്ത് എനിക്ക് പറ്റിപ്പോയ തെറ്റ്. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയും ഞാൻ ത്രൂ പോയ പൈസ തിരിച്ച് മേടിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രശ്നത്തിൽ എന്നെ അതിൽ വലിച്ചഴിച്ചിട്ടെന്ന് പല വീഡിയോസിലൂടെ, എൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോസിലൂടെയും തെളിവ് സഹിതം ഞാൻ അത് പുറത്ത് കാണിച്ചു. അതും ആർക്കും വിശ്വാസമില്ല. ഞാൻ ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് കാത്തിരിക്കുവാണ്. ഇന്ന് ഇതിൽ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടും, ആ കണ്ടൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ചെടുത്ത് കയറിയിട്ട് അവർക്ക് അടുത്ത കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്നെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഈ ഒരു ദീപക് മരിച്ചു, ഇപ്പോൾ കുറേ പേര്, എന്നെ മാത്രമല്ല കേട്ടോ, ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയത്തിൻ്റെ അൽഗോരിതം തന്നെ മറ്റുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീച്ചായ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ താഴെ ഇരുന്നിട്ട് ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് കണ്ടു നോക്കും, ഇത് സൂപ്പറാണെന്ന് പറയാം. നിങ്ങൾക്കൊന്നും തനിയെ ചെയ്യാൻ വേറെ കണ്ടൻറ്റുകളൊന്നും ഇല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത കണ്ടൻറ്റ് കോപ്പി അടിച്ച് അതുപോലെ തന്നെ വേറെ ചെയ്താലും കുഴപ്പമില്ല. വേറൊരു ക്രിയേറ്ററിനെ കണ്ടൻറ്റാക്കി എന്തിനാണ് ഇങ്ങനെ കിടന്ന് വീഡിയോസ് ഇടുന്നത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ഓക്കെ. കാരണം നിങ്ങൾ ആ ചെയ്തു വച്ച പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് ഞാനാണ് അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ആരുടെടുത്താണ് ഇതിന് ഉത്തരവാദിത്തം പറയാൻ പോകുന്നത്? എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്താണ്. ഞാൻ അന്ന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഈ പറയുന്നവന്മാരെയൊന്നും വെറുതെ വിടത്തില്ല, ഉറപ്പായിട്ട് വെറുതെ വിടത്തില്ല. കംപ്ലൈൻറ്റോ കേസോ പോലീസോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദീപക് മരിച്ചതിനുപരി ആ പെണ്ണ് അറസ്റ്റ് ആയതുപോലെ ഓരോ കണ്ടൻറ് ഇട്ട ആൾക്കാർക്കെതിരെയും അവർ പ്രവർത്തിക്കുമായിരുന്നു. കാരണം ഇപ്പോഴും ഞാൻ പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ തകർന്ന് ഞാനും അന്ന് എന്തെങ്കിലും ചെയ്തു പോയേനെ. കാരണം തെറ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ, 1 രൂപ പോലും കിട്ടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഫെയിം പോയതിലോ എന്നെ ആൾക്കാർ വെറുക്കുന്നതിലോ അല്ലായിരുന്നു പ്രശ്നം. എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും വിളിച്ചിട്ട് സംസാരിക്കുന്ന ഓരോ സംസാരം, അത് അവരെക്കാളും ഹേർട്ട് ചെയ്യുന്നത് എനിക്കാണ്. അവരെൻ്റെ മുന്നിൽ സങ്കടം കാണിക്കാത്തത് കൊണ്ട് എനിക്കങ്ങനെ മനസ്സിലാവും. പക്ഷേ എനിക്കറിയാം അവരുള്ളിൽ എത്രത്തോളം വിഷമിച്ചു, അവർ തിരിച്ചെങ്ങനെ നാട്ടിൽ പോവും എന്നുള്ളൊരു അവസ്ഥയിലാണ് അവരവിടെ ഇരുന്നത്. എനിക്ക് അവരെ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിതെങ്ങനെ ഫേസ് ചെയ്യും, അവരിതെന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരത് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ ഇടവും വലവും നിന്ന് എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സമയങ്ങളിൽ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഈ ഫസ്റ്റ് എനിക്കുണ്ടായ പ്രശ്നം, ഈ കുറേ പേര് ഗസ്റ്റായിട്ടൊക്കെ വിളിച്ച സ്ഥലത്തുനിന്ന് വിളിച്ച് വരണ്ടെന്ന് പറഞ്ഞു. കുറേ പ്രൊമോഷൻസ് വന്നത് അവർ വിളിച്ചിട്ട് ചെയ്യണ്ട, നേരിട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല, നെഗറ്റീവാണെന്നൊക്കെ പറഞ്ഞു. പ്രൊമോഷൻസ് എല്ലാം നിന്നു, ഇൻകം നിന്നു, ജോലി പോയി, അവിടത്തുള്ള ഇൻകം നിന്നു, കയ്യിൽ 5 പൈസ ഇല്ല. എന്നാൽ പോലും എനിക്കുള്ള സേവിങ്സ് വെച്ചിട്ട് കഴിഞ്ഞ 6 മാസം ഞാൻ ജീവിച്ചു. ഇതിനിടയിൽ ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് സഹായിച്ചിട്ടേ ഉള്ളൂ, പൈസ കൊടുത്തായാലും അവരെ കാര്യങ്ങൾ നോക്കിയിട്ടാണെങ്കിലും. ഈ 6 മാസം ജോലി ഇല്ലായിരുന്ന സമയത്ത് ഒരാൾ പോലും എനിക്ക് 1 രൂപ പോലും സഹായിക്കാൻ തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, പലരോടും ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ പലരോടും ഞാൻ ചോദിച്ചു, അവരാ സമയത്ത് പറഞ്ഞു അയ്യോ എൻ്റെ കയ്യിലില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്.
സോ ആ സമയത്ത് നമുക്ക് പലവരെയും മനസ്സിലാക്കാൻ പറ്റി, ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരാണ് നമ്മുടെ കൂടെ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻറ്റ്. നെക്സ്റ്റ് പ്രശ്നം, അതിനുശേഷം നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഒരു ദിവസം ഞാൻ ഇരുന്ന് അപ്ലൈ ചെയ്യുന്നത് 1000-ലേറെ ജോലികളാണ്. രാവിലെ 8 മണിക്ക് ഉറക്കം എണീക്കുന്നു, ലാപ്ടോപ്പ് തുറക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഏതൊക്കെ സൈറ്റിലാണ്, ഏതൊക്കെ ലിങ്കിലാണ്, ഏതൊക്കെ ജോലിക്കാണ്, ഏതൊക്കെ രാജ്യത്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. സൺഡേയും സാറ്റർഡേയും മാത്രം റെസ്റ്റ് എനിക്ക്, കാരണം സൺഡേ സാറ്റർഡേയും അയക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സ് എല്ലാം രാവിലെ ഉറക്കം എണീച്ചിരുന്നു ജോലിക്ക് അപ്ലൈ. അതും ഞാൻ കെയർ ഹോമിൽ മാത്രമല്ല അപ്ലൈ ചെയ്തത്, 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് കെയർ ഹോമിൽ അപ്ലൈ ചെയ്യുന്ന സെയിം ടൈം തന്നെ ഞാൻ വേറെ കുറേ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തില്ല. എൻ്റെ പാഷനും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്, ടീച്ചിങ് ഫീൽഡിൽ അപ്ലൈ ചെയ്തു. സോഷ്യൽ മീഡിയ, ഇത്രയും ഫോളോവേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, മീഡിയ, സോഷ്യൽ മീഡിയ, മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ, അതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇത് കൂടാണ്ട് വേറെ കുറേ പരിചയമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ജോലിയുണ്ടോ ചോദിച്ചു. ഒരുപാട് പേര് ജോലി ഓഫർ ചെയ്ത് ഇൻ്റർവ്യൂ ടൈം എത്തുമ്പോഴത്തേക്കും അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും, നീരജ, ചില മലയാളികളായിരിക്കും കേട്ടോ, നീരജ പറ്റത്തില്ല, കാരണം കെയർ ഹോമിലുള്ളവരൊക്കെ നീരജയുടെ വീഡിയോ മാനേജ്മെൻറ്റിന് കാണിച്ചു കൊടുത്തു, സ്കാമറാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ജോലിക്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് പോയത് 18 ജോലികളാണ്. അതിനുശേഷം ഇങ്ങനെ വീണ്ടും കുറേ പേരെ വിളിച്ച് കാര്യം പിടിച്ചു, അങ്ങനെ അപ്ലൈ ചെയ്തു. എല്ലാ സ്ഥലത്തെങ്കിലും റിജക്റ്റ് ചെയ്യാൻ കാരണം നീരജയാണ്, ഒരു സ്കാമറാണ് എന്നറിയുമ്പോഴാണ് റിജക്റ്റ് ചെയ്യുന്നത്. 4-5 ഹോമിൽ ഞാൻ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ നിന്ന് 2 സ്ഥലത്തുനിന്നും ഞാൻ ഇൻ്റർവ്യൂക്ക് ചെന്ന സമയത്ത് 2 മലയാളീസ് എന്നെ കണ്ടിട്ട് അവർ ചെന്ന് മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജോലി പോയി. അങ്ങനെ ജോലി കിട്ടുന്നില്ല. ഒരുപാട് സ്ഥലത്തുനിന്ന് ഇൻ്റർവ്യൂ വന്നു, ഓൺലൈൻ വഴിയും കോൾസ് വഴിയും. എത്ര കോളുകളാണ് ഓരോ ദിവസം ഇരുന്ന് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാമോ? അത്രയും ജോലിക്ക് അപ്ലൈ ചെയ്ത് അവസാനം ഐ ഗോട്ട് എ കോൾ ഫ്രം ഒരു കമ്പനി. ആ കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തതാണ്. കമ്പനി സ്കോട്ട്ലൻഡിലുള്ളതാണ്. അപ്പം ഇതൊരു പുറം രാജ്യത്തുള്ളൊരു കമ്പനിയാണ്. മേ ബി USA ആവാം, ഓസ്ട്രേലിയ ആവാം, കാനഡ ആവാം, UAE ആവാം. പുറം രാജ്യത്തുള്ളൊരു കമ്പനിയാണ്. അതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഞാൻ മാർക്കറ്റിംഗ് കോർഡിനേറ്ററായിട്ടാണ് അതിൽ ഞാൻ അപ്ലൈ ചെയ്തത്. സോ ഇൻ്റർവ്യൂ ചെയ്തു. 4 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2 ഓൺലൈനും 2 ഓഫ്ലൈനും. പിന്നെ സോഷ്യൽ മീഡിയ. ഓഫ് കോഴ്സ് ഗൈസ്, എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ കാരണം എൻ്റെ 305K ഫോളോവേഴ്സ് തന്നെയാണ്. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു ജോലി കിട്ടിയേക്കുന്നത്. അപ്പം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് കോർഡിനേറ്ററായിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ജോലി കിട്ടിയേക്കുന്നത്. എനിക്ക് മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോമാണ്. പിന്നെ വീക്ക്ലി 1 or 2 ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവേണ്ടി വരും, അല്ലെങ്കിൽ ഓഫീസിൽ മീറ്റിംഗ് കാണും, അതിന് മാത്രം പോവേണ്ടി വരും. സോ പിന്നെ എന്തിനിങ്ങോട്ട് മൂവ് ആയിന്ന് ചോദിച്ചാൽ ഐ വോണ്ട് കുറച്ച് പീസ്. എനിക്ക് റീലൊക്കേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് ചെന്ന് മാറി താമസിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിറ്റുവേഷനും കൂടി ഇതായപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് പീസ്ഫുള്ളായിട്ട് മാറി ഒന്ന് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ആണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല ഫസ്റ്റ് എനിക്ക് ഡിസംബറിലാണ് ഏകദേശം ജോലി കിട്ടിയത്. ആ ഒരു സമയങ്ങളിൽ എനിക്ക് ഫസ്റ്റത്തെ 3 ആഴ്ച കണ്ടിന്യൂസ്ലി ഓഫീസിൽ പോവേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ട് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ടെമ്പററി അക്കോമഡേഷൻ എടുത്ത് ഇങ്ങോട്ട് മാറി. അപ്പം അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ ജോലി കയറി 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ കിട്ടിയത്. ആ ഒരു സമയത്ത് എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഗൈസ്, സത്യം പറയാമല്ലോ, മലയാളികളില്ല, UK-ക്കാരും കുറവാണ്, ഇംഗ്ലീഷുകാരാണ് മൊത്തം. പിന്നെ ഇതൊരു പുറം രാജ്യത്തുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഐ ആം സേഫ്. ആൻഡ് എനിക്കിഷ്ടപ്പെട്ട ജോലിയാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും എൻ്റെ പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പം ഐ ആം ഹാപ്പി, ഐ ഹാവ് ടൈം. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടൈമുണ്ട്, വീഡിയോ എടുക്കാൻ ടൈമുണ്ട്. പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് എവിടെയെങ്കിലും വർക്കിന് പോയാലോ എന്നും കൂടി ആലോചിക്കുന്നുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ്, അത്യാവശ്യം നല്ല സാലറി കൊണ്ട്. എന്നാൽ പോലും എനിക്ക് 20 hours പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും വർക്കിന് പോയാലൊന്നും കൂടി ആലോചിക്കുന്നുണ്ട്. ആലോചന മാത്രമേ ഉള്ളൂ, തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ
ഇതാണ് എൻ്റെ ജോലി. എവിടെയാണ്, എന്താണ്, ആ കമ്പനിയിൽ ഇനി വേറെ വിസ ഉണ്ടോ എന്നൊന്നും ദൈവത്തെ ഓർത്താരും ചോദിക്കരുത്. എനിക്ക് അവിടെ ആരെയും റെഫർ ചെയ്യാൻ പറ്റത്തില്ല. അവരായിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം, അത് നമ്മൾ കണ്ടിട്ട് പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ കൊളീഗ്സ് എന്ന് പറയുന്നത്. അവരെ 1-2 തവണ മാത്രം, നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ കാണുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല രണ്ടാമത് മീറ്റിങ്ങിന് പോകുമ്പോൾ കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആരെയും റെഫർ ചെയ്യാനോ ജോലി വാങ്ങിച്ചു തരാനോ ദൈവത്തെ ഓർത്ത് പറയരുത്. ഇവിടെ നിന്നല്ല, എവിടെയാണെങ്കിലും. ഞാൻ ഇനി ജോലി കിട്ടി, വിസ കിട്ടി എന്നൊക്കെ വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ കുറേ പേര് എൻ്റെ ജോലി പോയി, ഞാൻ PSWയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് PSW കഴിയാൻ 1 മാസമേ ഉള്ളൂ, എൻ്റെ വിസ കഴിയാൻ 1 മാസമേ ഉള്ളൂ, ജോലി സമ്മതിച്ചു തരുമോ, വിസ ഒപ്പിച്ച് തരുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച ആൾക്കാരും ഉണ്ട്. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിടുക. ഞാനിപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ പ്രൂവ് ചെയ്യാൻ ആരുമില്ല. കഴിഞ്ഞ ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത്രയും വലിയ ഒരു വൃത്തികെട്ട സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഫുള്ളി ഓക്കെ ആണെന്നല്ല, ഇപ്പോഴും പല വീഡിയോസിൻ്റെ താഴെയും പല ആൾക്കാരും വന്ന് ഉടായിപ്പാണ്, ഇവള് പറ്റിച്ചതാണ്, ഇവള് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. എത്ര നാൾ നിങ്ങളിത് തുടരും? ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോഴും ഞാൻ പറയണം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആൾക്കാരെ പറ്റിച്ചു, ഏതെങ്കിലും സ്റ്റുഡൻസിനെയോ വിസ തരാമെന്ന് പറഞ്ഞോ വിസ കൊടുക്കാമെന്ന് പറഞ്ഞോ ആരെങ്കിലും പറ്റിച്ച് 1 രൂപയെങ്കിലും മേടിച്ച് എൻ്റെ തെളിവോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ, അങ്ങനെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഞാനിപ്പോൾ ട്രൂലി ബിലീവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം അന്ന് എനിക്കെതിരെ വീഡിയോ ഇട്ട എല്ലാവർക്കും, അന്ന് എനിക്കെതിരെ നിന്ന അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിലുള്ള പണികൾ കിട്ടി. അപ്പം അങ്ങനെ കർമ്മ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു കംപ്ലയിൻറ്റ് പോലും ആർക്കും എതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പേടി കൊണ്ടല്ല, ചെയ്യുമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് തന്നെയാണ്. പിന്നെ അതിന് ഞാൻ ചെയ്യാതിരിക്കത്തുമില്ല. ചെയ്യാൻ കുറച്ചും കൂടി ടൈം എനിക്ക് വേണം. അതിന് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ എനിക്കെതിരെ വീഡിയോ ഇട്ടവർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ ദൈവമായിട്ടല്ലെങ്കിൽ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ യൂണിവേഴ്സ്, കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം എനിക്കെതിരെ വീഡിയോ ഇട്ട ഒട്ടുമിക്ക ആൾക്കാർക്കും കുറച്ചധികം നല്ല പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കെതിരെ നിന്ന, എനിക്ക് ഈ ഒരു പ്രശ്നത്തിലിട്ട് മോട്ടിവേഷൻ തന്ന മെയിൻ വ്യക്തി ഇപ്പം നല്ല രീതിയിൽ കുടുങ്ങി കിടക്കുവാണ്. അപ്പം ഞാൻ പ്രാവലോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇനി പ്രാവിയാൽ പോലും തെറ്റില്ല. കാരണം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം യൂണിവേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പിന്നെ മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയത്തുള്ളൂ. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വള്ളിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. കാറ്റടിക്കുമ്പോൾ നമ്മൾ തലയും തറയെ വീഴും. പക്ഷേ അവിടെ വീഴുന്ന, അയ്യോ കാല് വയ്യ, മുട്ട് വയ്യ, നടുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കിടന്നു പോകത്തേ ഉള്ളൂ. അത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ കഴിഞ്ഞു, എനിക്കിനി മുന്നോട്ടൊരു പോക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ നിന്ന് ഞാൻ എനിക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് കൊടുത്ത് ഓരോ വരുന്ന പ്രശ്നങ്ങളും തരണം ചെയ്ത് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കാലിൽ നിന്ന് ആണി തളർച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനായിരുന്നു എനിക്ക്. അതെല്ലാം ചവിട്ടി മെതിച്ച് നടന്ന് കയറി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സമാധാനത്തോടെ ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്നത്. കൂടെ ആരും ഉണ്ടായിരുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ അച്ഛനും അമ്മയും അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല, മോട്ടിവേഷൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, ഒന്ന് സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്കതറിയത്തില്ല. അത്രത്തോളം പ്രശ്നങ്ങൾ ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണായ ഞാൻ അതെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഐ ബിലീവ് മൈസെൽഫ്. ഐ ബിലീവ് മൈസെൽഫ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ എൻ്റെ അച്ഛനമ്മയെ ഹാപ്പിയാക്കി ഞാൻ നല്ല വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. ആസ് എ ഗേൾ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകരുത്. ഓരോ ആൾക്കാരും ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മുന്നോട്ട് കയറി വരാൻ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ധൈര്യം കൊടുക്കുക. ഒരു പട്ടികളും നമ്മളെ കൂടെ ഉണ്ടാകത്തില്ല. അത്രയും നാൾ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പട്ടികളും നമ്മളെ കൂടെ ഉണ്ടാകത്തില്ല. ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യത്തുമില്ല. അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്.
വളരെ ഷോർട്ട് പീരീഡേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നു, നാളെ ഇനി എനിക്കെതിരെ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുക. ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ മുന്നേറാൻ തന്നെ വേണം. ഞാൻ മോട്ടിവേഷനായിട്ട് സംസാരിക്കുന്നില്ല, ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളാണ്, എനിക്കുണ്ടായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വിസ കഴിയുന്നത് ഒരു 8-ാം തീയതി ആയിരുന്നു. എനിക്ക് UK നിന്ന് മെയിൽ വന്നത് ഇന്ന ഒരു 8-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ തിരിച്ച് കയറി പോകണം, അല്ലെങ്കിൽ പുതിയ സ്പോൺസർഷിപ്പിനെ കണ്ടെത്തണം. എനിക്ക് പുതിയ വിസ കിട്ടിയത് 6-ാം തീയതിയാണ്. 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് എനിക്ക് പുതിയ വിസ കിട്ടിയത്. എന്തൊക്കെ വന്നാലും പൈസ കൊടുത്ത് ഞാൻ വിസ എടുക്കത്തില്ല എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ്. ആ ഒരു 2 ദിവസത്തിനുള്ളിൽ വിസ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് കയറി നാട്ടിൽ പോകുമായിരുന്നു. പിന്നെ എനിക്കറിയാം, തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ദൈവം എന്നെ കൈവിടത്തില്ല. ഉറപ്പായിട്ടും ഞാൻ അതിൽ ട്രൂലി വിശ്വസിക്കുന്നൊരു ആളാണ്. എനിക്ക് കുറേ ഇൻഡ്യൂഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്, എൻ്റെ ഇൻഡ്യൂഷൻസൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ദൈവം എന്നെ കൈവിടത്തില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രശ്നവും തരണം ചെയ്ത് നല്ലോണം ജീവിക്കാം. ആ ഒരു വിസ വന്ന മൊമെൻറ്റിൻ്റെ വീഡിയോ എനിക്കിവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, പറ്റുമെങ്കിൽ കൊടുക്കാം ഗൈസ്. ഞാൻ ആ സമയത്ത് എനിക്ക് കൊടുത്തൊരു ട്രസ്റ്റാണ്. ഞാൻ അന്ന് തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്കിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരുപാട് നല്ല മോട്ടിവേഷൻ തന്ന ആൾക്കാരുണ്ട്, ഒരുപാട് സ്നേഹിച്ച ആൾക്കാരുണ്ട്, തളർന്നു പോകരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ആൾക്കാരുണ്ട്. എന്നാലും നമ്മുടെ കൂടെ വേണ്ടിയിരുന്ന പല ആൾക്കാരും നമ്മളെ തള്ളി എറിഞ്ഞിട്ട് കല്ലെറിഞ്ഞ് തുപ്പിയിട്ട് പോയ അവസ്ഥയായിരുന്നു എനിക്ക്. വിശ്വസിച്ചിരുന്ന ആൾക്കാരെല്ലാവരും പരിഹസിച്ച് ചിരിച്ച്, ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം ദേ അവൾ വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വൃത്തികെട്ട മുഖം വെച്ച് നമ്മൾ നോക്കുന്നൊരവസ്ഥ ഇപ്പോഴും പലയിടത്തുനിന്ന് ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയും ഞാൻ തളരത്തില്ല ഗൈസ്. എന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ആരെങ്കിലും പറ്റിച്ച് 1 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഞാൻ തളരാൻ അതിലും ഞാൻ നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ആരെയും പറ്റിച്ച് 1 രൂപ പോലും ആ പൈസ കൊണ്ട് ഒരു മുട്ടായി പോലും ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ലാത്തടത്തോളം കാലം, അങ്ങനെ കഴിച്ചാൽ എനിക്ക് ദഹിക്കത്തില്ല. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തടത്തോളം കാലം ഞാൻ മുന്നേറുക തന്നെ ചെയ്യും. സോ ഇതാണ് എൻ്റെ കഥ. എങ്ങനെയാണ് വിസ കിട്ടിയെന്നും എങ്ങനെയാണ് ജോലി പോയതെന്നും എങ്ങനെയാണ് പുതിയ ജോലി കിട്ടിയതെന്നും എന്താണ് എൻ്റെ കഴിഞ്ഞ വിസ പ്രശ്നത്തിൻ്റെ എനിക്ക് സംസാരിക്കാനുള്ളതെന്നും ഞാൻ പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്തത്. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫ് ട്രസ്റ്റ്. നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുക. നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മറികടക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏത് പാതിരാത്രിയാണോ നിങ്ങൾ ഉറക്കം കളഞ്ഞത് അതേപോലെ ഒരു രാത്രി നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒറ്റയ്ക്ക് മുന്നേറുക, ആരെയും സഹായം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നടന്ന് കയറുക. വീഴും, ഓടുന്ന വഴിക്ക് നിങ്ങൾ പല തവണ തെന്നി വീഴും. തളരരുത്, പിടിച്ച് കയറുക, ഓടുക തന്നെ ചെയ്യുക. നടന്നാലൊന്നും നിങ്ങൾ ഒരിക്കലും എത്താൻ പോണില്ല. ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ പരിസരത്ത് പോലും എത്താൻ പറ്റത്തില്ല. ഓടിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴും ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഒന്നുമല്ല. ഇപ്പം എനിക്കൊരു ജോലി കിട്ടി ഞാൻ സമാധാനത്തോടെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ ഓടുകയാണ്. എനിക്ക് ചെയ്യാനും എനിക്ക് ചെയ്തു തീർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓടുക. അതുകൊണ്ട് ഇപ്പോഴാണ് ഈ ഒരു 2026 കുറച്ച് വിഷൻസ് വന്നത്. ലൈഫെല്ലാം സെറ്റിൽഡായി എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഒന്നും വേണ്ട, ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല. ഇനി ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്യണം, ഒരുപാട് സമ്പാദിക്കണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം, ഒരു നല്ല റിലേഷൻഷിപ്പ്, നല്ല ഫാമിലി എല്ലാം നമുക്ക് വേണം. സോ അതിനു വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് സമാധാനത്തിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒന്നും ഒരിടത്തും എത്തത്തില്ല. നമ്മളെ പുറകിൽ നിന്ന് കുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് സ്നേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരെയും സ്നേക്ക് ഫ്രണ്ട്സ്. എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. സ്വന്തം വിശ്വസിച്ച് കൂടെ നിർത്തി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അച്ചിട്ട് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിക്കാത്ത പോലും കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, സെയിം കാര്യങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റ് ചെന്ന് എല്ലാവരുടെ 1-2 പേരെടുത്തല്ല, അവർ കാണുന്നിടത്തെല്ലാം നീരജ മോസ് എങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവർ ഓരോരുത്തർ വന്ന് പറഞ്ഞപ്പോഴും വിശ്വസിച്ചില്ല. ഫൈനലി തെളിവ് സഹിതം കിട്ടിയപ്പോഴാണ് ആ മൂർഖം പാമ്പിനെ ചവിട്ടി അരയ്ക്കാൻ തോന്നിയത്. പക്ഷേ ഒന്നും ചെയ്യരുത്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്. നമ്മളൊന്നും ചെയ്യരുത്.
കാരണം ഈ ഒരു സെയിം പ്രശ്നം ആ ഒരു സെയിം വ്യക്തിയിൽ നിന്ന് എനിക്ക് 4-5 തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ഞാനൊന്നും ചെയ്യത്തില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. നമുക്കൊരവസരം വരും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതല്ല നമ്മുടെ അവസരം. നമ്മളൊന്ന് ആദ്യം 2 കാലിൽ എഴുന്നേറ്റൊന്ന് നിൽക്കണം. ഇപ്പം മുട്ടുകുത്തി കിടക്കുന്നേ ഉള്ളൂ. അവിടെ നിന്ന് 2 കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് പ്രതികരിക്കാൻ, അതായത് പ്രതികാരം നിങ്ങൾക്ക് ആരെടുത്തൊക്കെ ഉണ്ടോ അത് പ്രതികരിക്കുക. പകരം വീട്ടുക, പ്രതികരിക്കുക. വാശിയാണെങ്കിൽ വാശി തന്നെ നിൽക്കുക. റിവഞ്ച് ചെയ്യുക. സക്സസ് ആയിട്ട് നല്ലൊരു അടിപൊളി ലൈഫ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഈ പറഞ്ഞ എല്ലാ നാറികളുടെ മുന്നിൽ. ഈ ഡീപ്പോർട്ട് ചെയ്യുന്നു, നീരജ മൂസിനെതിരെ വീഡിയോ ഇട്ടതും, നീരജ മൂസ് കള്ളിയാണെന്നും തെണ്ടിയാണെന്നും, നീരജ മൂസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഐ ആം സിറ്റിംഗ് ഹിയർ ഇൻ മൈ ഹോം. പ്രൗഡായിട്ട് ഞാൻ പറയുവാണ്. 7 മാസം കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ പുതിയൊരു ജോലിയായി, അതും ഇഷ്ടപ്പെട്ട ജോലിയിൽ, നല്ല അതിന് മുന്നേ ചെയ്തിരുന്നേക്കാളും നല്ല കൂടുതൽ സാലറിയിൽ ഞാനിവിടെ സമാധാനത്തോടെ എൻ്റെ വീട്ടിലിരിക്കുവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പം എന്താ എല്ലാവരുടെയും നാക്ക് ഇറങ്ങിപ്പോയോ? ഇപ്പം എവിടെ നീരജ മൂസ് പറ്റിച്ച ആൾക്കാരൊക്കെ എവിടെ? ഇപ്പം അവർക്ക് പൈസയൊന്നും വേണ്ടേ? അന്നാണെങ്കിലും, അന്ന് 7 മാസങ്ങൾക്ക് മുന്നിലെ പ്രശ്നം നടന്ന സമയത്താണെങ്കിലും ഈ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കും അല്ലെങ്കിൽ പൈസ പോയി എന്ന് പറയുന്ന ആൾക്കും അല്ല പ്രശ്നം. ഇത്രയും പേര് വീഡിയോ ഇട്ടു. ആരെങ്കിലും ഒരാൾ രംഗത്ത് വന്ന് പറഞ്ഞോ എൻ്റെ പൈസയാണ് പോയത്, എൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ടത്, എൻ്റെ പൈസയാണ് തിരിച്ച് കിട്ടാനുള്ളതെന്ന് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞോ? എനിക്ക് ഇതൊക്കെയാണ് അറിയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്താണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം? മറ്റൊരാളെ കണ്ടൻ്റ് ആക്കിയിട്ട് നിങ്ങളങ്ങ് സമ്പാദിക്കുക, അങ്ങ് റീച്ച് കൂട്ടുക, വീഡിയോസ് ഇടുക. എന്തൊരു സൈക്കോ സ്വഭാവമാണ്. കണ്ടിന്യൂ. എനിവേ, നിങ്ങളാരും എന്തായാലും ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. ഇപ്പോൾ ഇന്ന് ദീപക്കായിരുന്നെങ്കിൽ ഒരു 7 മാസത്തിന് മുന്നേ നീരജ മൂസ് ആയിരുന്നേനെ. ഇപ്പോൾ ദീപക്ക്, ഇനി നാളെ വേറൊരാൾ. അങ്ങനെ ജീവനങ്ങൾ പൊക്കോണ്ടിരിക്കും, ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കും. മനുഷ്യർ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. ഇപ്പോഴും എനിക്കത് തന്നെ പറയാനുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും. പക്ഷെ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യാതിരുന്നതും അന്ന് തളർന്നു പോവാതിരുന്നതും ഇത്രയും തിരിച്ചടികൾ കിട്ടിയ സമയത്ത് എല്ലാം പ്രതികരിച്ച് എല്ലാം തകർത്തടിച്ച് ഞാൻ ഇപ്പോഴും മുന്നോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയം തന്നെയാണ്. ഞാൻ കരയത്തില്ല ഗൈസ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാരും എൻ്റെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എനിവേ, ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവത്തോട് ഇനി എന്താണ് ജോലി, എവിടെയാണ് ജോലി, എനിക്കിവിടെ ഒരു വിസ ഒപ്പിച്ച് തരുന്നൊന്നും ചോദിക്കരുത്. ഇതാണ് എൻ്റെ ജോലി. ബൈ ഫ്രം നീരജ മൂസ്.